പറഞ്ഞപ്പോ ഞാനത് മനസ്സിൽ വിചാരിക്കായിരുന്നു. മണി പോയത് നമുക്ക് ഗ്രേറ്റ് ലോസ് ആണ്. വിചാരിക്കാത്തൊരു വല്ലാത്തൊരു പോക്കെന്ന് പറയില്ല. ഞാൻ സല്ലാപത്തിന്റെ സമയത്ത് തുടങ്ങിയൊരു സൗഹൃദം എന്താണെന്ന് ചോദിക്കും. അതിന് മുമ്പ് എനിക്ക് മണീനെ അറിയാം, പക്ഷെ അത്ര അടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിന് മുമ്പേ അടുപ്പമുണ്ടായിരുന്നു മണി ആദർശം തമ്മിൽ, മിമിക്രിയിലൂടെയും. കാരണം ഇവർ ഒരുമിച്ച് ഒരുപാട് സ്റ്റേജ് ഷോയ്ക്കൊക്കെ പോയിട്ടൊക്കെ ഉള്ള ഒരുപാട് സംഭവമുണ്ട്. എനിക്ക് തോന്നുന്നു മണീനെ കാണുന്നത് ആലോ പാലസിൽ വെച്ചിട്ടാണോ സംശയമുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മണിയായിട്ട് ഒരു രീതിയിൽ കാണുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. സല്ലാപത്തിൻ്റെ പൂജ നടക്കുന്ന ദിവസം മണി ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ പുറത്ത് കൈയൊക്കെ കെട്ടി ഇങ്ങനെ ആൾക്കാരുടെ കൂട്ടത്തിൽ നിൽക്കുന്നത്. എന്നിട്ട് ഞാൻ മണിയുടെ അടുത്ത് എന്ന് പറഞ്ഞു, മണി ഭയങ്കര ശ്രദ്ധിക്കപ്പെടുന്ന വേഷമായിരിക്കും കേട്ടോ ഇതിലെ. ഞാൻ കഥ കേട്ടു, അപ്പോൾ മണിയുടെ കാര്യമൊക്കെ പറഞ്ഞു സാറ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. ശരിക്കും ആ സിനിമ തുടങ്ങിയ ഒരു സൗഹൃദം. പിന്നെ ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാ ഷോസും പോയിട്ടുള്ളത്. എനിക്കിപ്പോ വന്ന് ദിലീപേട്ടൻ പറയുമ്പോ എനിക്ക് ആ വൈബ് ഇവിടെ കിട്ടുന്നുണ്ട്. എന്ത് ഫൺ മൊമെന്റ് ആയിരിക്കും അല്ലേ നിങ്ങൾ? അയ്യോ ഭയങ്കര. ഞങ്ങൾ ഒരുമിച്ച് എത്ര സിനിമകൾ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. അയ്യോ കുബേരനൊക്കെ ചെയ്യുന്ന സമയത്ത്, കാരണം ആരോഗ്യം കൊണ്ടും കഴിവ് കൊണ്ടും വേറെ ലെവലായിരുന്നു മണി. പാട്ടിൽ എന്താ അവന് ചെയ്യാൻ പറ്റാത്ത. എപ്പോഴും ഇങ്ങനെ നല്ല. ഞങ്ങൾ ഷോസൊക്കെ പോകുമ്പോൾ അവൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കും. അപ്പം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിൽ കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ കിടന്ന് ഉറങ്ങും. കാരണം എനിക്ക് ഉറപ്പാണ് എനിക്ക് ഭക്ഷണം ഉണ്ടാവും. ഞാൻ എഴുന്നേറ്റ് ഫ്രഷ് ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരെ മണിയുടെ റൂമിൽ ചെല്ലും. അപ്പോൾ അവൻ അവിടെ ഒരു കിച്ചൺ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഭക്ഷണവും അതായത് പിന്നെ ചില സമയത്ത് നമ്മൾ അവിടെ ഇരിക്കുകയാണെങ്കിൽ അവൻ തന്നെ മറ്റേ ചിക്കൻ ഇതിനകത്തൊക്കെ ഇട്ട് ചോറൊക്കെ കുഴച്ച് എടുത്ത് വായിൽ അങ്ങനെ നമ്മൾ എല്ലാവരുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ വാങ്ങിച്ച് കഴിക്കുമെന്നും പറയാൻ പറ്റും. പക്ഷെ അവൻ ഉരുട്ടി തരുമ്പോൾ നമ്മൾ കൊച്ചുകുട്ടിയെ പോലെ ഇരിക്കുക, അവൻ വായിൽ ഭക്ഷണമൊക്കെ ചെയ്യും. അങ്ങനെ ഭയങ്കര ഇതുണ്ടായിരുന്നു ഞങ്ങളൊക്കെ തമ്മിൽ. നമ്മൾ അടുത്ത ആളിലേക്ക് പോരുത്, അതിന് മുമ്പ് കണ്ടു കഴിഞ്ഞു. അടുത്ത ആളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കാൻ വരായിരുന്നു, നമുക്കിപ്പം പറഞ്ഞു വെച്ചിട്ട് ഇന്നസെന്റ് ഏട്ടന്റെ ഇങ്ങനെയല്ലേ തുടങ്ങിയത്, എന്തെങ്കിലും ഒരു ലൈൻ ഒന്ന് പറയാമോ എന്ന് ചോദിക്കാൻ വരികയായിരുന്നു. അതേപോലെ എത്രയോ ദിലീപേട്ടൻ ചെയ്തിരിക്കുന്നു. ഇപ്പൊ ഇന്നസെന്റ് ഏട്ടന്റെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ അതല്ല ഒരു അതേപോലെ ഒന്ന് മിമിക് ചെയ്യാൻ പറ്റുമോന്നാ ചോദിച്ചത്. അങ്ങനെ ഒരു ഡയലോഗ് പറയാൻ പറ്റുമോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എഴുന്നേറ്റ് ഇന്ന് പെർഫോം ചെയ്ത് ഇരുന്നോണ്ടൊന്നും പറ്റൂലേ? ഇരുന്നോണ്ട് എനിക്ക് ഇന്നസെന്റ് ബഹുമാനം ഉള്ളതുകൊണ്ട് ഇരുന്നോണ്ടും ചെയ്യാം. പാവി പോയി കാണണം എന്നുള്ളത് മാത്രം ഇന്നസെന്റ് ശബ്ദത്തിൽ പറഞ്ഞാൽ മതി. എന്താ പറയാ, പാവി കെയർ ടേക്കർ എല്ലാവർക്കും ഇഷ്ടാവും. എല്ലാവരും പോയി കാണുക. ചിരിക്കാനായിട്ട് ഒരു പടത്തില്